ചില മനുഷ്യരെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവര് ഈ ഒരു ആയുസ്സിൽ ഒരു ദൈവം എപ്പോഴും അവരെ പ്രത്യേകമായിട്ട് കരുതിയിട്ട് അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്, എല്ലാവരും സ്വർഗത്തിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ചില മനുഷ്യരുടെ കാര്യത്തിൽ ദൈവത്തിന് ചില പ്രത്യേക കരുതലുകളുണ്ട്. അങ്ങനെ ഒരു ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല പോലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കും. ലോകം നിങ്ങളെ ഇട്ട് ഞെരുക്കുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകും. നിങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചാലും പലതരത്തിലുള്ള വിജയങ്ങൾ ദൈവം നിങ്ങൾക്ക് അനുവദിക്കത്തില്ല. നിങ്ങൾ 10 സ്ഥലത്ത് പോയാൽ 9 സ്ഥലത്ത് നിന്നും നിങ്ങൾക്ക് റിജക്ഷൻ ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ അതിന് പോകുന്നു ഇതിന് പോകുന്നു, ഒന്നും ശരിയാവില്ല. നിങ്ങൾ പോകണ്ടാത്ത കുറെ സ്ഥലങ്ങളിൽ നിന്ന് ദൈവം നിങ്ങളെ മാറ്റി നിർത്തും. നിങ്ങൾ കൂട്ടുകൂടണ്ടാത്ത ചില മനുഷ്യരിൽ നിന്ന് ദൈവം നിങ്ങളെ മാറ്റി നിർത്തും. നിങ്ങളുടെ ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അകൽച്ച ഉണ്ടാകാം. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് വരെ നിങ്ങൾക്ക് അകൽച്ച ഉണ്ടാകാം. ഇതൊക്കെ സ്പിരിച്വൽ അവേക്കൻഡ് ആവുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളാണ്. ഡിറ്റാച്ച്മെന്റ്, ലോകത്തോടും വ്യക്തികളോടും ഒക്കെയുള്ള ഡിറ്റാച്ച്മെന്റ്. പിന്നെ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ജേർണി ഉണ്ടാവും ആ റിലേഷൻഷിപ്പിൽ. അതല്ലാതെ നിങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യത്തിലും ഇതായിട്ട് നിൽക്കുമായിരിക്കില്ല. അതായത് നിങ്ങളുടെ കാര്യങ്ങളിൽ അവർ ചിലപ്പോൾ ഇടപെടില്ല, അവരുടെ കാര്യം നിങ്ങൾ ചിലപ്പോൾ ഇടപെടില്ല. നിങ്ങൾക്കൊരു വ്യക്തിപരമായ യാത്രയുണ്ടായിരിക്കും. അപ്പോൾ ഒരു നോർമൽ മാരീഡ് ലൈഫും ആയിരിക്കണമെന്നില്ല നിങ്ങളുടേത്. നിങ്ങൾക്ക് മക്കളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും ദൈവം അവരുമായുള്ള ഒരു അറ്റാച്ച്മെന്റിന്റെ കാര്യങ്ങളിലും ദൈവം ഇടപെടും. അവരെ നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. എങ്കിലും എല്ലാ കാലത്തും എപ്പോഴും ദൈവം നിങ്ങളെ കുറച്ചൊക്കെ ഐസൊലേറ്റഡ് ആക്കി നിർത്തണ പോലെ നിങ്ങൾക്ക് തോന്നും. ഒരു ഡിറ്റാച്ച്മെന്റ്, അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തെക്കാൾ ഉപരിയായിട്ട് ഒന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടെത്തിക്കും. അതേസമയം നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ പോരായ്മകളും ബലഹീനതകളും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ദൈവത്തെ വിളിക്കാതെ നിൽക്കാൻ സാധിക്കത്തില്ല, ദൈവത്തെ വിളിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. ഇനി നിങ്ങൾക്ക് ഒരു പ്രത്യേക കോൾ ഉണ്ടെങ്കിൽ മറ്റുള്ള മനുഷ്യർ മനസ്സിലാക്കുന്നതിനും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ, ഇത് ശരിയല്ല കേട്ടോ, അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ പറയണ പോലെ തന്നെ അത് നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞായിരിക്കും ശരി ചിലപ്പോൾ കേട്ടോ. ഇതൊക്കെ ഒരു സാധ്യതകളാണ്. അതുപോലെ നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. നിങ്ങൾ ഭയങ്കര ഇമോഷണൽ വൾണറബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് നിങ്ങളെ ടച്ച് ചെയ്യും. മറ്റുള്ളവർ കാണുന്ന രീതിയിലായിരിക്കുമല്ല നിങ്ങൾ ജീവിതത്തെ കാണുന്നത്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ നിങ്ങളെ ആർക്കും ജഡ്ജ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളെ ആളുകളെ ഇതെങ്ങനെ എന്നൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരാളായിട്ട് നിങ്ങൾ ചിലപ്പോൾ മാറാം. നിങ്ങളുടെ ലൈഫ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ജോലി മേഖലയിലാണെങ്കിലും എന്തിലാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന മേഖലകളിൽ മാത്രമേ നിങ്ങൾക്ക് ഷൈൻ ചെയ്യാനും നല്ലപോലെ പ്രവർത്തിക്കാനും സാധിക്കത്തുള്ളൂ. അതായത് ദൈവം ഒരാളെ തിരഞ്ഞെടുത്ത് തൻ്റെ ഉപകരണമാക്കി മാറ്റാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ അയാളുടെ ജീവിതത്തെ ക്രമീകരിക്കും. അതാണ് യഥാർത്ഥ ഭക്തി. ഒരു വല്ലാത്ത സമർപ്പണം നമ്മളപ്പോൾ ദൈവത്തോട് നടത്തിയിട്ടുണ്ടാകും. അങ്ങനെ ദൈവത്തിൻ്റെ കയ്യിൽ ഉപകരണമാക്കി മാറ്റാൻ നിങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐസൊലേഷൻ ഉണ്ടാകും, ഡിറ്റാച്ച്മെന്റ് ഉണ്ടാകും, റിജക്ഷൻ ഉണ്ടാകും, പെയിൻ ഉണ്ടാകും, സ്ട്രഗിൾ ഉണ്ടാകും, മെന്റൽ സ്ട്രഗിൾസ് ഭയങ്കരമായിട്ടുണ്ടാകും. ഇതെല്ലാം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളൊരു മറ്റുള്ളവരുടെ മുമ്പിൽ പെട്ടെന്ന് അറിയപ്പെടുന്ന, പെട്ടെന്ന് എടുത്ത് കാണുന്ന ഒരാളൊന്നും ആയിരിക്കില്ല. നിങ്ങളൊരു ആവറേജ് മനുഷ്യനായിരിക്കും. നിങ്ങൾക്ക് സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ ഒരുപാട് ലക്ഷണങ്ങളാണ് കേട്ടോ. നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും സംസാരിക്കാം. താങ്ക് യു സോ മച്ച്.